ഗുഡ്നസ് ടിവിയുടെ നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒരു വളരെ ഡിവോഷണൽ ആയിട്ടുള്ള ഭക്തി പാരവശ്യം തോന്നിക്കുന്ന ഒരു വിശ്വാസ വിഷയമാണ്. അതായത് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട്. ഇതൊരു ഡിവോഷണൽ ബേസിലാണ് ആദ്യം ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിൽ ഇതിൻ്റെ ഒരു മിഷണറി, ഒരു വൈദികനാണ് ഫാദർ ജൂലസ് ഷെവലിയർ. 1854 ഫ്രാൻസിലെ ഇസോഡണിലെ അദ്ദേഹം ഒരു നൊവേന ആരംഭിച്ചു. ശരിക്കും പറഞ്ഞാൽ നൊവേന ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്, അദ്ദേഹത്തിനൊരു മിഷൻ കോൺഗ്രിഗേഷൻ സ്ഥാപിക്കണം, അല്ലെങ്കിൽ മിഷൻ രംഗം സ്ഥാപിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ ഒരു മിഷൻ രംഗം സ്ഥാപിക്കാൻ ഇടയാക്കുകയാണെങ്കിൽ അവിടെ മരിയൻ ഡിവോഷൻ പ്രൊമോട്ട് ചെയ്തോളാമെന്ന് അദ്ദേഹം ദൈവത്തിനോടൊരു നേർച്ച പോലെ പറഞ്ഞു. പക്ഷേ ഈ നേർച്ച സത്യസന്ധമായതുകൊണ്ടും വ്യക്തമായ സുവിശേഷ ചൈതന്യത്താൽ നിറഞ്ഞതായതുകൊണ്ടും ദൈവം ഈ വിഷയം ഏറ്റെടുത്തു. അവന് അതിന് പറ്റിയ അടയാളങ്ങൾ കൊടുത്തു. അപ്പം അദ്ദേഹം ഇസോഡണിലെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 1957 ഫ്രാൻസിൽ അദ്ദേഹം മിഷൻ സെൻറ്ററിനെ, അതായത് സേക്രഡ് ഹാർട്ട് മിഷൻ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ടിൻ്റെ നൊവേന ആരംഭിച്ചു. ഫ്രാൻസിലെ ഇസൗഡനിൽ 1854 നൊവേനയിൽ ഫാദർ ജൂലിഷ് ഷെവലിയർ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ബഹുമാനാർത്ഥം ഒരു മിഷണറി സഭ രൂപീകരിക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായാൽ മാതാവിനെ സ്നേഹിക്കാൻ താൻ വിശ്വാസികളെ പഠിപ്പിക്കുമെന്ന് നിരന്തരമായി ഫാദർ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട് എന്ന ബസിലിക്ക നിർമ്മിക്കപ്പെടുന്നത്.
ഞാൻ ഈ രൂപം നേരത്തെ ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഇരിക്കുന്ന രൂപമാണ്. അതായത് ഭയങ്കരമായ വലിയ രൂപം. അതായത് അതേസമയം തന്നെ ബാലനായ ഈശോ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണി ഈശോയുടെ നെഞ്ചിൽ ഹൃദയം വെച്ചിട്ടുണ്ട്. അപ്പം അന്നൊന്നും എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന രൂപമാണ് അതെന്ന് എനിക്ക് വേണം മംഗലപ്പുഴ സെമിനാറിൽ ഇപ്പോഴും അത് ഉണ്ടെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അതൊരു ഭയങ്കരമായൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഇതിനേക്കാൾ വലുത് ഞാൻ മനസ്സിലാക്കിയത് അതിനേക്കാൾ വലിയൊരു സംഭവമുണ്ട്. അതായത് ഇത് അവർ ലേഡി ഓഫ് സെക്രഡ് ഹാർട്ടാണ്. ഈ 1857 ഫ്രഞ്ച് വിപ്ലവം തുടങ്ങണത്. കത്തോലിക്ക വിശ്വാസത്തെ എതിർത്തുകൊണ്ട് അൾത്താറയിൽ ഇപ്പോൾ ഒരു യുക്തിദേവതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ജനമനസ്സിൽ നിന്ന് വിശ്വാസം വിരുദ്ധമായ ആശയങ്ങൾ കൊടുത്തുകൊണ്ട് ഫ്രാൻസിനെ തകർക്കുന്ന ഒരു വലിയ വിപ്ലവം ഉണ്ടാകണത് ഈ 1857. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെയാണ് അവർ ലേഡി ഓഫ് സെക്രഡ് ഹാർട്ട് ഡിവോഷൻ ഈ രാജ്യത്ത് ഇസോഡൻ എന്ന് പറഞ്ഞുള്ള ആ സ്ഥലത്ത് ആരംഭിക്കുന്നത്. തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. എന്താ കാര്യം വെച്ചാൽ ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് 1917. 1917 തന്നെയാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. ഈ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും ലോകത്തിലെ വിപ്ലവങ്ങളും ഒരു വലിയ സബ്ജക്റ്റാണ്. എവിടെയെല്ലാം വിശ്വാസം തകർക്കപ്പെടാനുള്ള സംഘടിതമായ ശക്തി പ്രവർത്തിക്കുന്നുവോ അവിടെയെല്ലാം മരിയൻ സാന്നിധ്യം ഉണ്ടായിരിക്കും. മാതാവ് വിശ്വാസികളെയും സഭയെയും സംരക്ഷിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഇത് ഒരു പ്രൈവറ്റ് ഡിവോഷനാണ്. ആ ജൂലസ് ഷെവലിയർ അച്ഛൻ്റെ വളരെ ആന്തരികമായ ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മിഷൻ കേന്ദ്രങ്ങളെയും മിഷൻ രംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ദൈവം കൊടുക്കുന്ന അടയാളങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യൻ ഭയങ്കര ഒരു ഡിവോട്ടിയാണെന്നുള്ള കാര്യം അദ്ദേഹം ഒരു സ്റ്റെയിൻലെസ് ഗ്ലാസ് എടുത്തിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഡിവോഷൻ പെയിൻറ്റിങ് അതിൽ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ ബാലനായ ഈശോ നിൽക്കുന്നു. ബാലനായ ഈശോയുടെ നെഞ്ചിൽ ഹൃദയം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ബാലനായ ഈശോ ഇടത് കൈ കൊണ്ട് ഹൃദയത്തെ തൊട്ടിട്ട് വലത് കൈ കൊണ്ട് അമ്മയുടെ നേരെ ചൂണ്ടിടും. ഇതൊക്കെ ശരിക്കും മരിയൻ ഡിവോട്ടീസിന് പെട്ടെന്ന് മനസ്സിലായത്. കാര്യം അതിൻ്റെ അർത്ഥം അദ്ദേഹം എന്നിട്ട് കൊടുത്തത്, അതായത് അമ്മയുടെ ഹൃദയത്തിലൂടെ, അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്കാണ് നമ്മുടെ ഒരു വിശ്വാസം സഞ്ചരിച്ചെത്തണത്. അതാണ് ഈ ചൂണ്ടലിൻ്റെ അർത്ഥം. ഇത്രയും മനോഹരമാണ് ആ കൺസെപ്റ്റ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയാമോ? അതായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മരിയൻ ഡിവോട്ടീസ് ആയിട്ടുള്ള എല്ലാവരും ശരിക്കും ഇപ്പം ചിലരൊക്കെ നമ്മൾ ആക്ഷേപിക്കും, മരിയാനികളാണെന്നൊക്കെ പറയും. ചുമ്മാ ബുദ്ധിയുടെ വങ്കത്വം കൊണ്ട് പറഞ്ഞു പോകണം പാവത്തങ്ങൾ. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈശോയുടെ ഡിവോട്ടിയാണ്. പക്ഷേ നമുക്ക് അമ്മയിലൂടെ അത് വളരെ ലളിതമായിട്ട്, അതായത് ചിത്രം കണ്ട ഇടതുവശം കൊണ്ട് ബാലനായ യേശു തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് അമ്മയെ ചൂണ്ടും. അതായത് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ് നമ്മൾ ത്രൂ മേരി ടു ജീസസ്. അതാണ് അതിൻ്റെ ഒരു ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. അതാണ് അമ്മയിലൂടെ എളുപ്പമാണെന്ന് ഈശോയിലേക്ക് എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അതായത് ഈ സ്റ്റാച്യുവിൻ്റെ ഒരു മിറാക്കുലസ് സ്റ്റാച്യു ആണ്. അതായത് ബാലനായ ഈശോയുടെ ഹൃദയം ഇടതുവശം കൊണ്ട് കൈ തൊട്ടിട്ട് അമ്മയുടെ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടുന്ന ആ ഒരു സ്റ്റാച്യു, അതിൻ്റെ കൊണോട്ടേഷൻസ്, ആന്തരിക അർത്ഥം എന്ന് പറയുന്നത് ഷോയിങ് ദ
ഓൾമോസ്റ്റ് പെർപ്പച്വൽ ഇൻറ്റർസെസറി പവർ. അതായത് അമ്മയ്ക്ക് അനന്തമായ ഒരു മാധ്യശക്തിയുണ്ട്. അതിലൂടെ ആ മാധ്യശക്തിയെ ആശ്രയിച്ച് അവലംബിച്ചുകൊണ്ട് നമുക്ക് യേശുവിലേക്ക് കടന്നു വരാൻ പറ്റും. അതാണ് അതിനൊരു പ്രത്യേക ടെക്നിക്കൽ ടേമുണ്ട്. അതായത് സപ്ലിക്കൻ്റ് ഒംനിപൊട്ടൻ്റ് എന്നുവെച്ചാൽ സർവനിയോഗ മാതാവ്, സർവനിയോഗം. അതൊക്കെ പക്ഷെ അതൊക്കെ ഒരു റെയർ കൺസെപ്റ്റാണ്. സർവനിയോഗ മാതാവായിട്ട് മാറുകയാണ് ഈ അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട്. അതായത് സർവനിയോഗ മാതാവായിട്ടാണ് ഈ ഫാദർ ജൂലിയസ് ഷെവലിയർ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വിശ്വാസാനുഭവ സത്യമാണ്. അതായത് ഇതിൻ്റെ അർത്ഥം മദറിന് അനന്തമായ മാധ്യസ്ഥ ശക്തി, അതിനുള്ള അധികാര അവകാശങ്ങൾ, തൻ്റെ ഹൃദയത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചേർക്കാനുള്ള മാധ്യസ്ഥ അവകാശങ്ങൾ ഈശോ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഒരർത്ഥം. ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഹാർട്ട് ഓഫ് മേരി ലീഡ് അസ് ടു ദി ഹാർട്ട് ഓഫ് ജീസസ്. അമ്മയുടെ വിമല ഹൃദയം നമ്മളെ ഈശോ ഹൃദയത്തിലേക്ക് ആണ് നയിക്കുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ അർത്ഥം, നമ്മൾ മാതാവിനോട് ചേർന്ന് ജോയിൻ മേരി, മാതാവിനോട് ചേർന്ന് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഈശോയിൽ എത്തിച്ചേരുന്നു. ഇത് മരിയൻ ഡിവോഷൻ്റെ അന്തസത്തയാണ്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മരിയൻ ഡിവോഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാകാം. നാലാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, എൻട്രസ്റ്റ് ഹിം ഓൾ ദി ഡെസ്പറേറ്റ് കോസസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ തകർച്ച ബാധിച്ച തകർന്ന എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് മരിയൻ ഡിവോഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. സേക്രഡ് ഹാർട്ട് ഓഫ് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മാനവീയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ആളായ്മയായിട്ട് വരും. ഇത് നമുക്കെല്ലാ മരിയൻ മാധ്യസ്ഥ സങ്കേതങ്ങളെയും അതുപോലെ തന്നെ അടയാളങ്ങളെയൊക്കെ കാണുമ്പോൾ ആക്ച്വലായിട്ട് വർക്ക് ചെയ്യണ ഈ 4 കാര്യങ്ങളാണ്. അത് വളരെ പെർട്ടിക്കുലറായിട്ട് ഫാദർ ജൂലിയസ് ഷെവലിയർ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിലൂടെ. പക്ഷേ ഈ ചിത്രം ഒത്തിരി പ്രചരിച്ചിട്ടില്ല. കർത്താവ് മാതാവിലൂടെ ചെയ്ത എല്ലാ മഹത്തായ കാര്യങ്ങൾക്കുമുള്ള നന്ദി സൂചകമായി മറിയത്തിന് പരിശുദ്ധ ഹൃദയത്തിൻ്റെ മാതാവ് എന്ന പദവി നൽകുകയും 1874 ജൂലൈ 17 പോണ്ടിഫ് വിശുദ്ധ മന്ദിരത്തെ മൈനർ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. വർഷത്തിലേറെ പിന്നോട്ട് സഞ്ചരിക്കേണ്ട ചരിത്രമുണ്ട് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ടിന്. 1869 ആയപ്പോൾ ഈ ചിത്രത്തിന് കനോനിക്കൽ കൊറോണേഷൻ, അതായത് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടി. അത് പരിശുദ്ധ പിതാവ് പയസ് 9 മാർപ്പാപ്പയാണ് ഇതിന് കനോനിക്കലായിട്ടുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രമെല്ലാം ഇപ്പോഴും സഭ വണങ്ങുന്നതിൽ ആധ്യാത്മികമായ ഔത്സുഖ്യം നമുക്കുണ്ടാവുകയും അതിൽ തെറ്റില്ല എന്നുള്ള സഭയുടെ ഒരു നിലപാടാണ് കനോനിക്കൽ കൊറോണേഷനിലൂടെ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഫാദർ ജൂലിയസ് ഷെവലിയറിൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ലൈഫ് ആസ് സച്ച് ഈ മരിയൻ ഡിവോഷൻ A to Z ആയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ
ആരംഭിച്ച് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ, എപ്പോഴും ആ അമ്മ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലങ്ങളിലെല്ലാം മകനോട് പറയുമായിരുന്നു, ഞാൻ നിന്നെ നീ ജനിച്ചു കഴിഞ്ഞ് നിൻ്റെ ജാസ്ഥാൻ കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോയി പരിശുദ്ധ അമ്മയുടെ അടുത്ത് സമർപ്പിച്ചിരുന്ന, ഈശോയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്ന. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് അമ്മയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ദൈവികമായ വഴിനടത്തലാണ് പിന്നീട് അദ്ദേഹത്തിന് അവർ ലേഡി ഓഫ് സേക്രഡ് ഹാർട്ട് മിഷൻ സ്ഥാപിക്കാൻ ഇടയായത്. അത് അദ്ദേഹം 1857-59 ഇടയ്ക്കാണ് സ്ഥാപിക്കുകയും അതിന് പറ്റുന്ന ദേവാലയങ്ങളും കത്തീഡ്രൽ വരെ ബസിലിക്ക വരെ അദ്ദേഹം പണിത്. ഇപ്പം മിഷൻ സംഘം പണിത്. ഇപ്പം ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി ഒരു മിഷണറിയുടെ ജീവിതമാണ്. ഓൾ ഓൺ എ സഡൻ അല്ല ഇത്, മറിച്ച് അദ്ദേഹത്തിന് സെമിനാരി പഠിക്കണ കാലം പോലെ തന്നെ സെമിനാരി പോലും ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ, ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സിറ്റുവേഷൻസും അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് അവിടെ സബ്സിഡിയായിട്ട് ഡോർമെൻ്റായിട്ട് നിർത്തിയിട്ട്, പക്ഷേ വെളിയിലിറങ്ങിയപ്പോൾ അത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പുള്ളി അത് ദൈവം അനുവദിച്ചു, ദൈവം അംഗീകരിച്ചു, ദൈവം അതിനെ സീൽ ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് വ്യത്യസ്തമായ മേഖലകളിലൂടെ ദൈവം അതിനെ വളർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രൈവറ്റായിട്ടുള്ള നമുക്കറിയാമല്ലോ, സഭയിൽ ഒരിക്കലും വലിയ വലിയ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് സിനഡ് കൂടിയിട്ടൊന്നുമല്ല. വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് വ്യക്തികൾ ദൈവവുമായിട്ട് അടുപ്പമുള്ള വ്യക്തികളായിട്ട് മാറുകയും ആ വ്യക്തികളിലൂടെയാണ് ദൈവം സഭയെ നയിക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യം എടുക്കുക. ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ ഒരു പ്രസ്ഥാനമായി മാറി. വിൻസെൻ്റ് ഇപ്പോൾ എന്നൊരു വ്യക്തിയിലൂടെ, ഓസാന എന്ന വ്യക്തിയിലൂടെയാണ്. ഇതുപോലെ നമ്മൾ ലിറ്റിൽ വേ അസോസിയേഷൻ കൊച്ചുറസ്യ, അത് ഒരു വ്യക്തിയിലൂടെയാണ്. മേരി ലുവാന എന്നൊരു വ്യക്തിയിലൂടെയാണ് രൂപപ്പെട്ടു വന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് നോക്കിയാലും സഭയുടെ പരിപോഷണത്തിന് വേണ്ടി നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആദ്യം വരുന്നത് ഒരു വ്യക്തിയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള സഭാപരിപാലനയാണ് ഉള്ളത്. ഒന്ന് മെത്രാന്മാരുടെ സിനഡും സഭയുടെ സാർവദേശ സിനഡും. അതിലൂടെ അപ്ഡേഷൻ ഉണ്ടാകും. അതിലൂടെ വന്നിരിക്കുന്ന അപ്ഡേഷൻസാണ് കാലത്തിനൊപ്പിച്ചുള്ള പുതിയ ക്രമീകരണങ്ങളും ആരാധനാക്രമങ്ങൾക്കെല്ലാം അപ്ഡേഷൻസ്. നമ്മൾ സുനകദോസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, ഒന്ന് നമ്മുടെ ക്രിസ്തംസ് ഭാഷാണ്ഡതകളെ പ്രതിരോധിക്കുക, സഭയെ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് അവിടെ നടക്കുന്നത്. പക്ഷേ സഭയെ പരിപോഷിപ്പിക്കുന്നത് ഇപ്പോഴും കരിസ്മാറ്റിക് പ്രസ്ഥാനമായാലും ഒരു വ്യക്തിയിലൂടെയാണ് അത് വളർന്നു വരച്ചത്. ജീസസ് യൂത്ത് ആയാലും വ്യക്തിയിലൂടെയാണ്. അതിന് സിനഡുമായിട്ടൊന്നും ബന്ധമില്ല. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം, ഈ ജൂലിയസ് ഷെവലിയർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു ഫാദറാണ്. അദ്ദേഹത്തിലൂടെയാണ് ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് വ്യക്തികൾക്ക് ലഭിച്ച് കാര്യം അതായത് ഒരു സമൂഹത്തിന് വെളിപാട് ലഭിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നത് കുറവാണ് ചരിത്രത്തിൽ. വ്യക്തികൾക്കാണ് മിഷൻ്റെ വെളിപാട് ലഭിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് പിൽക്കാലത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോൾ ലിബറേഷൻ തിയോളജിയിലൂടെ വന്നിട്ടുള്ള സഭാപരമായ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളെല്ലാം നല്ല വ്യക്തികളിലൂടെയാണ് മൂവ്മെൻറ്റ്സുകളും പ്രസ്ഥാനങ്ങളും വരുന്നത്. വ്യക്തികളിലൂടെയാണ് സഭയിൽ മൂവ്മെൻറ്റ്സ് വരുന്നത്. ഇപ്പം രണ്ട് തരം വെളിപാടുകൾ വരുന്നുണ്ട്, രണ്ട് തരം സഭാപരിപോഷണങ്ങൾ വരുന്നത്. ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലൂടെ ചിലപ്പോൾ കർത്താവ് പ്രവർത്തിച്ചിരിക്കും. നിങ്ങൾക്കും കർത്താവിന് സമർപ്പിക്കപ്പെട്ട ആ വ്യക്തി കണ്ട ആ ജൂലിയസ് ഷെവലിയർ എന്താ, ആ വ്യക്തി രാത്രിയും പകലും മരിയൻ സെക്രഡ് ഹാർട്ട് ഓഫ് അവർ ലേഡി ഓഫ് സെക്രഡ് ഹാർട്ട് ഓഫ് എന്നുള്ള ആ ഡിവോഷനും മിഷണറുമായിട്ട് നിത്യം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവം അതെല്ലാം ഏൽപ്പിക്കുകയും അദ്ദേഹത്തിന് വളർത്തുകയും ചെയ്തു. നിങ്ങൾക്കും നാളെ കർത്താവിന് വേണ്ടി ജീവിക്കാനും സഭയ്ക്ക് വളർത്താനും
ഒരു മരിയൻ ഡിവോട്ടി ആയിക്കൊണ്ട് എളുപ്പമായിട്ടൊരു മിഷണറിയായി മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ജൂലിയൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം.